ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ വേളാങ്കണ്ണിയിലേക്ക് യാത്ര പോവുകയാണേ. ഞങ്ങളുടെ ട്രിപ്പ് 2024 ട്രിപ്പ് ഇതാ ഞങ്ങൾ ആരംഭിക്കുന്നത്. ഞങ്ങൾ ഓട്ടോയിലാണ് പഴയങ്ങളിലേക്ക് പോകുന്നത്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ട്രെയിനിലോട്ട് കയറുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക, കൃഷ്ണപ്പള്ളിയിലാണ് പോയി കയറുന്നത്. അപ്പോൾ ഇനിയൊക്കെ പയ്യന്നൂരിന് കയറും. ഓക്കെ, അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ടീം ഇതാ എത്തിയിരിക്കുകയാണ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിതാ വേളാങ്കണ്ണി പോകാൻ വേണ്ടി ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. നമ്മുടെ അപ്പൂസ് ഇതാ റെഡി ആയിരിക്കുകയാണ്. ഒരു ഹായ് പറഞ്ഞ അപ്പൂസേ. ഓക്കേ, അപ്പോൾ നമ്മളിതാ അങ്കിളുണ്ട്, ഇതാ ആൻറ്റി ഉണ്ട്, ഇതാ എൻ്റെ ആൻറ്റി, ഇതാ അമ്മ വന്നപ്പോൾ തന്നെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ആൻറ്റി പഞ്ചു, ഹായ് പറഞ്ഞോ. പഞ്ചു അപ്പു ഹായ് എല്ലാം പറഞ്ഞു. ഒന്ന് കുളിക്കണം, അഞ്ചൊന്ന് കുളിക്കാതെ എക്സാം ശനിയാഴ്ച നമ്മുടെ എക്സാം. നമ്മുടെ അപ്പു ഇതാ, അപ്പുവിന്റെ പരിപാടി തുടങ്ങി. അഞ്ഞൂറ് 600 ഇത് നഷ്ടം ഗൈസ്. ഇത് കണ്ടോ, നമ്മുടെ പാലക്കാടിലേക്ക് പാലക്കാട് കൊണ്ട് നമ്മൾ പോകുന്ന സമയത്ത് കാണുന്നതാണ്. എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല. പശ്ചിമഘട്ട നിരയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ആൻറ്റി ഫോൺ നമ്മുടെ ട്രെയിൻ തന്നെയാണ് ഈ കാണുന്നത്. ട്രെയിൻ പോകുന്ന ഇത് നോക്കാമോ, ആ സൈഡ് ചേട്ടോ ഇതിനോ
ജിതു ജിതു അതില് ക്യാപ്ഷൻ കൊടുക്കണ്ടടാ. സിംഗത്തിന്റെ തലയിലെ മോതിരം ഇട്ടു. സിംഗത്തിന്റെ തലയിലെ മോതിരം പറ പറ. ആരാണ്? അപ്പൂസ് അപ്പൂസ്. ഓ ദൈവം. ഗായ്സ് നമ്മളങ്ങനെ ഇതാ കൃഷ്ണാപ്പള്ളി എത്താൻ പോവുകയാണ്. ഇനി ഒരു 10 മിനിറ്റും കൂടി ഉണ്ട്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളവിടെ എത്തും. ഞങ്ങളെല്ലാവരും ഇതാ റെഡി ആവുകയാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇനി അങ്ങ് ഒരു ബസ് യാത്രയാണ് ഞങ്ങൾക്ക്. ഓക്കെ, ഇതാ ഞങ്ങളെല്ലാവരും ലഗേജൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ബാഗൊക്കെ ആയിട്ട് റെഡിയായി നിൽക്കുകയാണ്. എത്ര? നമ്മൾ 20 ആള് ടോട്ടല്. അവര് കയറ്റാ. ഗൈസ് ഞങ്ങൾ അങ്ങനെതാ കൃഷ്ണാപ്പള്ളി എത്തിയിരിക്കുകയാണ്. രാപ്പൂസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങളൊന്ന് കുറച്ച് സമയം ഫ്രഷ് ആവാൻ വേണ്ടി എല്ലാവരും. பெரிய வண்டி அதனால இப்படி கணக்கு போட்டு ஏற்றிட்டு ஷேரட்ட மாதிரி ஏற்றிட்டு പിന്നെ ഞങ്ങളങ്ങനെ ബസ്സിൽ കയറി. അമ്മേ ഇത് ഹായ് പറഞ്ഞു. അപ്പൂസേ കുറച്ച് നമ്മുടെ യുവാക്കളാണിത്. ഗായ്സ് ഞങ്ങളങ്ങനെ ഇതാ 2:30 വേളാങ്കണ്ണിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ 4 മണിക്കൂർ എടുക്കുന്ന പറഞ്ഞത്. നമ്മളവിടുന്ന് 11 മണിക്കാണ് വിട്ടത്. ഇനി 2:30 നമുക്ക് ഇവിടെ എത്താൻ പറ്റി. നല്ല സേഫ് ജേർണി ആയിരുന്നു. ബസ്സിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇനി നമ്മൾ റൂമിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പള്ളിയുടെ അടുത്ത് തന്നെ വേറൊരു റൂം തരാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം നമുക്ക് തീരുമാനിക്കാം. അതെടുക്കും.
അങ്ങനെ നമ്മളിതാ വേളാങ്കണ്ണി പള്ളി മെയിൻ പള്ളീൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ആൾക്കാരൊക്കെ ഇവിടെ ഉറങ്ങിയിട്ടുണ്ട്. വേറെ വീട്ടിലേക്ക് നോക്കിയത് നമ്മളങ്ങനെതാ ആരാ അതിനൊക്കെ മഴയുള്ള കുറവാണ് ആ പിള്ളേനെ. ഗായ്സ് അങ്ങനെ നമ്മളിതാ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. നമ്മൾ അസീസി ബ്ലോക്ക് മാറ്റി പിടിച്ചിട്ടുണ്ട് നമ്മുടെ പള്ളി വക ബിൽഡിങ്ങിൻ്റെ. അത് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും അവിടെയാണ് എടുക്കുന്നത്. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് അവിടെ കൗണ്ടറിൽ നമ്മളിത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, റൂം ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് റൂം എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആദ്യം തന്നെ പോയി നോക്കി. അപ്പോൾ കുഴപ്പമില്ല. അങ്കിളും ലിമ്മിയും കൂടി പോയി നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളിത് അങ്ങോട്ടേക്ക് പോവാണ്. ഇല്ല, അതെ, അതന്നെ വലിയ ഭാഗ്യം. ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ബോഡി നമ്മളിത് TLR ലോഡ്ജിലാണ്. ഞാൻ നോക്കണി എല്ലാ വ്ളോഗിലും ജിതു ഇങ്ങനെ എൻ്റെ മുന്നിലുണ്ടാവും. ജിതു മോള് അതന്നെ നമ്മളിത് ബാലൻസ് നടക്കുന്നല്ലേ. രണ്ടെണ്ണത്തിലേക്ക് അവരെ ഇത് കൊടുക്കണേ. ഞാൻ പറഞ്ഞേ നമുക്കറിയില്ല പൂനെ. ഗായ്സ് നമ്മൾ അങ്ങനെ രാവിലെ പള്ളിയിലേക്ക് പോയി. ഹായ് പറഞ്ഞ ഹായ് ജസ്റ്റ് ഇങ്ങനെ എടുത്തു. തിരിച്ചു വരുമ്പോൾ നമുക്കാണെങ്കിൽ എടുക്കാം. സമയമുണ്ടല്ലോ. ഇതാണ് കേട്ടോ മോർണിംഗ് സ്റ്റാർ ചർച്ച്. നമുക്ക് ഫ്രണ്ടിലേക്ക് അറിയാൻ പോലെ അങ്ങനെ കറണ്ട്. എന്താ തരക്കാരിക്കില്ല, അതാ ഭക്ഷണം കിട്ടൂലേ. ഭക്ഷണം കിട്ടൂലേ. നീ കഴിച്ചാ
സംസാരിക്കല്ലേ ഇതാണ് അമ്മ ഒറ്റയ്ക്കല്ലോ നമുക്ക് പോകുമ്പോൾ ഒരുമിച്ച് അവർ കുമ്പസാരി ഭക്ഷണവും വരുന്നില്ല. കുറച്ച് ഞെട്ടക്കടലാണ്. നമുക്കത് തക്കാളി ഉള്ളി നമ്മൾ എടുത്തു വെച്ചായിരുന്നേ. തക്കാളി ഇങ്ങനെ അമ്മി പോവാന്ന് വെച്ചിട്ടേ നടക്ക് നടക്ക് ഒരു ഈച്ചയൊക്കെ കാണും. ഞെട്ടക്കടല ഞെട്ടക്കടൊക്കെ ആവും. എന്തിന് ഇല്ല വാ ബസ്സിലേക്കാണ്. ഉള്ളിൽ മാർക്കറ്റ് കയറണം. ഹലോ ഗായ്സ്, ഞങ്ങളങ്ങനെ ഞങ്ങളുടെ റൂമിൽ കുർബാനയൊക്കെ കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ റൂമിൽ നമുക്ക് കിച്ചൺ സെപ്പറേറ്റ് കിട്ടിയിട്ടുണ്ട്. സാധാരണ ഞങ്ങൾ അസിസി ബ്ലോക്കാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്രാവശ്യം നമ്മൾ അസിസി ബ്ലോക്ക് സെലക്ട് ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾ 3 മണിക്ക് വെളുപ്പിന് 3 മണിക്ക് കൂടെ എത്തിയല്ലോ. അപ്പോഴേക്കും അവിടെ ബുക്കിംഗ് ഒക്കെ ക്ലോസിങ് ആയിരുന്നു. 6 മണിക്ക് ഇത് ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, പുറത്ത് റൂം എടുത്തു. പക്ഷേ പുറത്ത് റൂം എടുത്തപ്പോൾ കുഴപ്പമില്ല. ഞങ്ങൾ 5 റൂം എടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. നമ്മൾ മാളൊക്കെ ഇതാ ഇവിടെയുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സെപ്പറേറ്റ് കിച്ചൺ ഉണ്ട്, താഴെയും മുകളിലായിട്ട്. അപ്പോൾ നമ്മുടെ കിച്ചൺ ഞാനൊന്ന് കാണിച്ചു തരാം. വലിയ കുഴപ്പമില്ല. ഇതൊന്നും നമ്മളൊന്ന് ക്ലീനാക്കി എടുക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഗ്യാസും കാര്യങ്ങളൊക്കെ നമ്മൾ പൈസ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് അവർ എത്തിച്ചു തരും. അങ്ങനെ എത്തിച്ച് തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അടിപൊളിയായിട്ട് ഞങ്ങളിതാ മത്തി അതേപോലെ തന്നെ റെഡ് ബെല്ലിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഹായ്, ഉപ്പ് എല്ലാവരും കൊടുക്കണേ. കറി ഇറങ്ങി പോണേ. മനസ്സിലായില്ല, പണിപ്പൊരി എടുത്തേ. കറി കോമൺ നോക്കണോ? Ready? Any help? Do you want from me? മീനും പരിപാടിക്ക് അവരവിടെ നടത്തില്ല. നമ്മളിവിടെ ചോറ് പുല്ല് കയറുള്ളൂ. അതുകൊണ്ട് ചോറാക്കാൻ വലിയ അത് രാവിലെ വെള്ളടിച്ച് വയ്ക്കും. അതുകൊണ്ട് എന്നോട് ചൂടായ കിച്ചൺ പറഞ്ഞോ. ഗൈസ്, ഞങ്ങള് ഞാൻ പറഞ്ഞല്ലോ സെപ്പറേറ്റ് റൂം എടുത്തത്. ഞങ്ങള് മാർക്കറ്റിൽ പോയി മീൻ മേടിച്ചു. നല്ല മത്തിയും നമുക്ക് റെഡ് ബെല്ലിയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ഞാനും വെറ്റി ഇതാ
നന്നാക്കുകയാണ്. നമ്മുടെ മെയിൻ ഹോബി ഈ മീനിനെ കൊണ്ട് കളിക്കാൻ നല്ലതാട്ടോ. അതുകൊണ്ട് ഞങ്ങളാണ് ഇന്നത്തെ ഈ മീനിന്റെ എന്താ പറയാ മീൻ വൃത്തിയാക്കുന്നത് ഏറ്റവും കളിക്കുന്നത് ഞങ്ങളാണ്. ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണിക്കാം കേട്ടോ. ബൈ ബൈ. തരാ. എത്ര എണ്ണ ആൻറ്റി മതിയാ? രണ്ട് കറി വെക്കാം. ആൻറ്റി കടുകിട്ടില്ല. ആ മതി. പൊട്ടടേ ഇത് ഭയങ്കര ബാറല്ലോ. വെളുത്തുള്ളിയാ വെളുത്തുള്ളി ഇടണ്ടേ? ഒരു സൈഡ് ഇടാൻ മതിയല്ല പകുതി. ഓക്കെ സ്പൂണ് കുറേ ആളിൻ്റെതല്ലേ പെട്ടെന്ന് വലിയ ഇടണം. എഴുത്തില്ലല്ലോ നമുക്ക് കുറച്ചാളല്ലോ പാടാണ്. ഇതെത്ര മല്ലി? 2 സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു. അതിൽ തന്നെ ഇട്ടുന്നു 2 സ്പൂണല്ലേ? ഓക്കെ. രണ്ടിലേക്കുള്ള പുളിയില്ല. ഇതിലേക്കുള്ള പുളിയായോ? പുളി വേറെ ഉണ്ടോ? ഉണ്ടല്ലോ. പ്രശ്നമില്ല. ആ കുടിക്കാൻ വെള്ളം ആടെ റൂമിലുണ്ടാവും പറ്റി നമ്മളെടുത്ത്. ക്ഷമിക്കൂ. നല്ലതല്ലേ ബ്ലോഗ് എടുത്തിട്ട്? ഞാൻ ക്യാരറ്റ് അറിഞ്ഞതല്ലേ? എന്റെ അരിയുന്നുണ്ടാ? ആ അതിലിട്ടാ മതി. ഒരു സ്റ്റൈല് അല്ലേ? ഞങ്ങൾ ഇങ്ങോട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഓക്കെ. അതെ പത്തെണ്ണം ആദ്യം പൊരിച്ചിട്ട് ഞങ്ങളെ അല്ലേ? 10 ആദ്യം പിന്നെ 10 അങ്ങനെ വെച്ചു. ഹലോ ഞങ്ങളിതാ വേളാങ്കണ്ണിയിൽ വന്നിട്ട് ആദ്യത്തെ ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇതാ ഒരുമിച്ചാണ് കഴിക്കുന്നത്. കുറച്ച് ലേറ്റ് ആയി പോയി. ഇതെന്താ? അയ്യോ ആകാശായേ ഇതെന്താ? ആടോ? ആട് തോറ്റു പോലെ. വേഗം വിടാലോ ആൻറ്റി. നേരത്തേക്ക് വീണ് തീർന്നു. ഞാൻ കൂടുതൽ നടക്കുന്നത് പറ്റി പറ്റികളെ. അതെ
നേർച്ചയാണ് എവിടെയാണ്? கட்டிங் பண்ண மாட்டோம். ஹேர் கட்டிங் ரொம்ப எடுத்து மொட்டை அடிக்க. மொட்டை அடிக்கலாம். பைசா எடுக்க ஜெஜி. பைசா. അങ്ങനെ ഞങ്ങൾ ഇതാ കടലിൽ നിന്ന് ഒരു കുടിയൊക്കെ കുടിച്ച് സദ്യ ഇപ്പൊ ചേട്ടായിട്ട് വേണ്ടിട്ടാ അഗ്രഹാരം ഇത് കോമഡി ആയില്ലേ കറക്റ്റ് സ്ഥലത്തെത്തിയിട്ട് ഇനി വരുന്നില്ലേ വാ മാറ്റിട്ട് നമുക്ക് അടുത്ത് സീറ്റായില്ലേ ടോയ്ലറ്റ് ഒഴിഞ്ഞില്ല അതില്ല
അത് ഇത് ഞാൻ ചപ്പാത്തി എടുത്തോട്ടാ പറ്റി ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി ഉണ്ട് എന്താ ഗൈസ് ഞങ്ങൾ വേളാങ്കണ്ണി വന്നിട്ട് മുടി മുറിക്കാൻ മുടി മുറിച്ചപ്പോഴേക്കതാ എൻ്റെ മുടി അങ്ങ് നല്ലോണം തേപ്പി മുറിച്ചു അയാൾ കുഴപ്പമൊന്നുമില്ല ഒരു പുതിയ സ്റ്റൈലായി വന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ രാത്രി ഒന്ന് പള്ളിയിലൊക്കെ പോയി ഒന്ന് ശാന്തമായിട്ടൊന്ന് അവിടെ ഇരിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ നടക്കുകയാണ്. ആളുണ്ട് അപ്പോൾ എല്ലാവരും പുറകെ വരുന്നുണ്ട്. ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. എന്താ വിളിച്ചേ ആ മാക്സിലായിരുന്നു യൂണിഫോം ഇന്നലെ പുതിയ വണ്ടി അപ്പോൾ പുതിയ വള്ളിക്ക് ഗൈസ് ഞങ്ങൾ അങ്ങനെ രാവിലെ 6 മണിക്ക് മാതാവിൻ്റെ അടുത്ത് മുത്തമ്മലായിരുന്നു ഞങ്ങളുടെ നേർച്ച എന്താ പറയുക നേർന്നിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് വന്നത്. രാവിലെ 3 മണിക്ക് വെളുപ്പിന് 3 മണിക്ക് ഞങ്ങൾ വരാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും ഉറങ്ങിപ്പോയി. പക്ഷേ ഞങ്ങൾ അവസാനം 6 മണിക്ക് ഞങ്ങളിവിടെ എത്തി. ഞങ്ങളിത് ഇപ്പോൾ ഞങ്ങളുടെ നേർച്ചയും അതായത് മുത്തമ്മൽ കഴിഞ്ഞ് ശേഷം ഞങ്ങളിത് റൂമിലേക്ക് പോവുകയാണ് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുർബാനയ്ക്കുള്ളിൽ അതേപോലെ തന്നെ ബാക്കി പള്ളികളൊക്കെ ഞങ്ങൾ സന്ദർശിക്കും. അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നവർ നന്നായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ റെഗുലർ ആഗ്രഹങ്ങൾ മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മുത്തമ്മൽ എഴുതേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ജപമാല ചൊല്ലുകയും അർപ്പിച്ച് എഴുതുകയും കയ്യിലും കുഴപ്പമില്ല പുള്ളിക്കൊണ്ട് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ഇന്നത്തെ ദിവസത്തിൻ്റെ വിശേഷങ്ങൾ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഓക്കെ, നല്ല സ്പെഷ്യൽ ബിരിയാണി. ഏറ്റവും വലിയ കുട്ടി ഇവിടെ ഉണ്ട്. ഏതാ? ആ അതാ, അത് തരാം മോനെ. ഗൈസ് ഞങ്ങളങ്ങനെ വേളാങ്കണ്ണിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ തൃശ്ശൂർപള്ളിയിലേക്ക് ഇനി ബസ്സിനാണ് നമുക്ക് പോകേണ്ടത്. ഞങ്ങൾ ഹായ് ഗൈസ്,
ഞങ്ങൾ അങ്ങനെ വേളാങ്കണ്ണി തിരിച്ചു ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് ലാസ്റ്റ് ബസ് ഇതാ കിട്ടി 10:15. എങ്ങനെയൊക്കെ അടികൂടി ഞങ്ങളിത് കയറിയിട്ടുണ്ട്. അയ്യോ അടികൂടി അവസാനം നല്ല സീറ്റ് തന്നെ ഞങ്ങൾക്ക് കിട്ടി. ഞാനും ബെറ്റിയൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാ ടീം മെമ്പേഴ്സ് എല്ലാം ഇടുതാ എല്ലാവരും പുറകിലോട്ട് ഗൈസ്. ഞങ്ങൾ അങ്ങനെ ഇതാ തിരുച്ചിറപ്പള്ളി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ബസ്സിൽ 4 മണിക്കൂർ ജേണി ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഇനി 4:50-നാണ് ഞങ്ങൾക്കുള്ള ട്രെയിൻ. ഗായ്സ് അങ്ങനെ ഞങ്ങൾ പഴയങ്ങാടിയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കേ.